നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്നും എന്താണ് സെബി എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എടുക്കുന്നത്. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ കുറച്ച് ഫോക്കസ് കൊടുക്കേണ്ട എക്കണോമിക്സ് ഏരിയകളിലൊന്നാണ്. അതിൽ സെബി നല്ല ഒരു ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. സെബി എന്താണ്? സെബിയുടെ ഫുൾ ഫോം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതാണ് സെബിയുടെ ഫുൾ ഫോം. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം, സെബി എന്താണ് സെബി എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്താണെന്ന് പഠിച്ചു വെക്കുക. എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതാണ് സെബി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇനി എന്താണ്? നമുക്ക് ഉത്തരം ഉറപ്പായിട്ടും അറിയാം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി. GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വരുന്നത്. അപ്പോൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്? GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത്. ഏത് കമ്മിറ്റിയുടെയാണ്? GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത്. ഏത് കമ്മിറ്റിയുടേതാണ്? GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത്. 1988 ഏപ്രിൽ 12 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രമേയത്തിലൂടെ സെബി ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് ആദ്യം രൂപീകൃതമായത്. 1988 ഏപ്രിൽ 12 ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിച്ച ഒരു പ്രമേയത്തിലൂടെ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് സെബി നിലവിൽ വരുന്നത്. 1992 സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചൂടെ? സെബി എന്നാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത്? സെബി 1992 ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത്. എന്നാണ്? 1992 സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത്. 1988 ഏപ്രിൽ 12 സെബി നിലവിൽ വന്നത്. അപ്പം എന്താണ്? ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് അത് രൂപീകരിച്ചത്. ആ സമയത്ത് 1988 ഏപ്രിൽ 12 ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് സെബി രൂപീകരിച്ചത്. 1992 സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ വ്യവസ്ഥകളൊക്കെ 1992 ജനുവരി 30 നിലവിൽ വരുന്നത്. സെബി ആക്ടിൻ്റെ വ്യവസ്ഥകൾ 1992 ജനുവരി 30 നിലവിൽ വരുന്നത്. സെബിയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് SA ഡേവ് ആണ്. ആരാണ്? SA ഡേവ് ആണ് സെബിയുടെ ആദ്യത്തെ ചെയർമാൻ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി. GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വരുന്നത്. 1988 ഏപ്രിൽ 12 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രമേയത്തിലൂടെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് സെബി രൂപീകരിച്ചത്. 1992 അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറി. സെബി ആക്ടിൻ്റെ വ്യവസ്ഥകൾ 92 ജനുവരി 30 കേട്ടോ നിലവിൽ വരുന്നത്. ആദ്യത്തെ ചെയർമാൻ ആരാ? ആദ്യത്തെ ചെയർമാൻ SA ഡേവ് ആണ് സെബിയുടെ ആദ്യത്തെ ചെയർമാൻ. കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ പോയിന്റ് ഉണ്ട്. 1992 സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത്. അങ്ങനെ 1992 സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതിന് ശേഷം സെബിയുടെ ചെയർമാനായത് GV രാമകൃഷ്ണയാണ്. ആരാണ്? GV രാമകൃഷ്ണയാണ് അതിനുശേഷം സെബിയുടെ ചെയർമാനായത്. സെബിയുടെ ആസ്ഥാനം മുംബൈയാണ്. എവിടെയാണ് സെബിയുടെ ആസ്ഥാനം? സെബിയുടെ ആസ്ഥാനം മുംബൈയാണ്. സ്റ്റാറ്റ്യൂട്ടറി പദവി 1992 ലഭിച്ചതിന് ശേഷം ചെയർമാനായത് GV രാമകൃഷ്ണയാണ്. സെബിയുടെ കുറച്ചെന്താ ലക്ഷ്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് പൂർത്തീകരിക്കേണ്ടത് അത്തരത്തിൽ നോക്കിയാൽ സെബി കുറച്ച് കാര്യങ്ങൾ ലക്ഷ്യം വെക്കുന്നതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഓഹരി വിപണിയുടെ ചിട്ടയായ പ്രവർത്തനം ഉറപ്പാക്കുക. എന്താണ്? ഓഹരി വിപണിയുടെ ചിട്ടയായ പ്രവർത്തനത്തെ ഉറപ്പാക്കുക.
നിക്ഷേപകരുടെ താൽപ്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക. എന്താണ്? നിക്ഷേപകരുടെ താൽപ്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക. വിപണി ഇടപാടിലെ അഴിമതി, കള്ളത്തരം ഇവയൊക്കെ തടയുക. എന്താണ്? വിപണി ഇടപാടിലെ അഴിമതി, കള്ളത്തരം ഇവയൊക്കെ തടയുക. ഇത്തരം കാര്യങ്ങളൊക്കെ സെബിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. എന്തിനാണ് ഇത്തരം ലക്ഷ്യങ്ങളെ പറ്റി ഇവിടെ പറഞ്ഞത്? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളും കൂടി പറഞ്ഞത്. അപ്പോൾ ഓഹരി വിപണിയുടെ ചിട്ടയായ പ്രവർത്തനം ഉറപ്പാക്കുക, നിക്ഷേപകരുടെ താൽപ്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക, വിപണി ഇടപാടിലെ അഴിമതി, കള്ളത്തരം ഇവ തടയുക മുതലായവയൊക്കെ എന്താണ്? സെബിയുടെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയതിനു ശേഷം GV രാമകൃഷ്ണയാണ് അതിൻ്റെ ആദ്യത്തെ ചെയർമാന്. എന്നാൽ സെബിയുടെ ആദ്യ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ SA ഡേവാണ്. മാറിപ്പോകരുത്, ഈ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അതുപോലെ തന്നെ സെബി ആക്ടിൻ്റെ വ്യവസ്ഥകൾ നിലവിൽ വന്നത് 1992 ജനുവരി 30 കേട്ടോ. സെബി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയത് 1992 സെബി 1988 ഏപ്രിൽ 12 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രമേയത്തിലൂടെ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് രൂപീകൃതമായത്. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്ത്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നതെന്ന്? GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻസിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.